പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തായ്ലാൻഡിലെ നൂങ് നൂച്ച് ട്രോപ്പിക്കൽ ഗാർഡനിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് ബേസിക്കലി ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. തായ്ലാൻഡിലെ തന്നെ ഏറ്റവും വലിയ ഗാർഡൻ ആണിത്. നമ്മളിപ്പോൾ എൻട്രിയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ടിക്കറ്റ് കോസ്റ്റ് ആയിട്ട് വരുന്നത് 500 തായ് ബാത്താണ്. 500 തായ് ബാത്ത് ഈ ഗാർഡൻ കാണാനുള്ള ടിക്കറ്റാണ്. അതല്ലാതെ ഇവിടെ ചില ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അതായത് എലിഫന്റ് ഷോയും ഡാൻസ് ഷോയും ഒക്കെ ഉണ്ട്. അതിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ടിക്കറ്റ് എടുക്കണം. എല്ലാറ്റിനും കൂടെ നമ്മളിത് ഇപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നമ്മളെന്തായാലും ഇപ്പോൾ അകത്തേക്ക് കയറാൻ പോവാണ്. അകത്തേക്ക് കയറിയപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയൊരു കാഴ്ച എന്ന് പറയുന്നത് ഇവിടെ വിൻറ്റേജ് കാറിൻ്റെ ഒരു അടിപൊളി കളക്ഷൻ തന്നെ ഉണ്ട്. ലൈഫിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള പലതരത്തിലുള്ള കാറുകൾ നമ്മളവിടെ വന്നപ്പോൾ കണ്ടു. തീർച്ചയായിട്ടും ഒരു ഗാർഡനിലേക്ക് വരുമ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാഴ്ചയാണിത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും എന്നെ എക്സൈറ്റ് ചെയ്ത ഒരു ഫാക്ടറാണെന്ന് തന്നെ പറയാം. കാർ മ്യൂസിയത്തിൻ്റെ പാർട്ട് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് വന്നപ്പോൾ ഇവിടെ നമുക്ക് ആനനെയും അതിൻ്റെ ഒരു കുട്ടിനെയൊക്കെ കണ്ടു. നമുക്ക് ആനകളെയൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടി ഇവർ തന്നെ ഇവിടെ പഴമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 50 തായ് ബാത്താണ് അതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങളത് മേടിക്കുകയാണെങ്കിൽ ഇവരെ ഫീഡ് ചെയ്തിട്ട് പോവാം. തായ്ലാൻഡിൻ്റെ ദേശീയ മൃഗം തന്നെയാണ് ആന. അതുകൊണ്ട് തന്നെ തായ്ലൻഡ് വരുന്ന സമയത്ത് പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് ആനയുടെ റെഫറൻസ് കാണാൻ പറ്റും. നമ്മളിപ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ സെക്ഷനിലേക്ക് കയറി കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തായ്ലൻഡിലെ തന്നെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ ആണിത്. ആ ഒരു പ്രത്യേകത മാത്രമല്ല, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് നൂങ് നൂച്ച് ഗാർഡൻ. ഏകദേശം 600 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന ഒരു ബ്രഹ്മാണ്ഡ ഗാർഡൻ ആണ് നൂങ് നൂച്ച് ഗാർഡൻ. അതുകൊണ്ട് തന്നെ നമ്മൾ നടന്ന് കാണാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം തീർച്ചയായിട്ടും നമുക്ക് മതിയാവില്ല. അതുകൊണ്ട് നമ്മൾ ബസ് ബുക്ക് ചെയ്തിരിക്കുകയാണ്. ബസ് ബുക്കിങ്ങിന് നമുക്കിവിടെ 200 തായ് ബാത്താണ് റേറ്റ് ആയിട്ട് വരുന്നത്. 200 തായ് ബാത്ത് കൊടുത്താൽ മൊത്തം ഗാർഡൻ ഇവർ നമുക്ക് ചുറ്റി കാണിച്ചു തരും. ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ ഒരു ഗാർഡനിൽ ഒരുപാട് കാര്യങ്ങൾ കാണാനും മനസ്സിലാക്കാനും ഉണ്ട്. അപ്പോൾ നമ്മൾ ഹരിബറിയായിട്ട് ബസ്സിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് പൂർണ്ണമായിട്ട് ഈ ഗാർഡൻ അറിയാൻ കഴിയില്ല. ആക്ച്വലി ഈ ഗാർഡൻ കാണേണ്ടത് ഇവരെ പോലെ നടന്ന സമയമെടുത്ത് കാണണം. പക്ഷെ ഞാൻ ഉൾപ്പെടെ തായ്ലൻഡിൽ വരുന്ന അധികം ട്രാവലേഴ്സും 4-5 ദിവസത്തിൽ തായ്ലൻഡിലുള്ള എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യണമെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത് വരുന്നതാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ബസ് ബുക്ക് ചെയ്ത് പെട്ടെന്ന് എല്ലാം ഒന്ന് ഓടിച്ച് കാണുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. ഇവിടെ വരുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആയിരക്കണക്കിന് വെറൈറ്റീസിലുള്ള പ്ലാന്റ്സ് കാണാൻ പറ്റും. അതിൽ തന്നെ എന്നെ ഏറെ അട്രാക്ട് ചെയ്തത് ഇവരുടെ കാക്ടസ് കളക്ഷൻ ആണ്. റെഡ് കളറിലുള്ള കാക്ടസ് ഒക്കെ ഉണ്ടെന്ന് തന്നെ ഞാൻ ഇവിടെ വന്നിട്ടാണ് മനസ്സിലാക്കിയത്. അതുപോലെ ഇവിടെ ജെയിൻ സൈസിലുള്ള കാക്ടസ് ഒക്കെ ഉണ്ട്. അതും പലതരത്തിൽ ഡിഫറെൻ്റ് ആയിട്ട് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നതൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. നൂങ് നൂച്ചിൽ ഏകദേശം 10 വെറൈറ്റീസിലുള്ള ഗാർഡൻ ഉണ്ട്. അതിൽ തന്നെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു ഗാർഡനാണ് ഈ കാണുന്ന ഡൈനോസർ ഗാർഡൻ. ഒരു ചൈനീസ് ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പിലൊക്കെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ലോകത്ത് എത്ര തരം ഡൈനോസേഴ്സ് ജീവിച്ചിരുന്നു എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് ഈ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒറിജിനൽ ഡൈനോസേഴ്സിൻ്റെ സൈസിൽ തന്നെ ജീവനുണ്ടോയെന്ന് പോലും നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇവരുടെ സ്കൾപ്ചേഴ്സ് ഒക്കെ ഉള്ളത്. അതിൻ്റെ കൂടെ തന്നെ ബാക്കിൽ നിങ്ങൾ സൗണ്ട് കേൾക്കുന്നില്ലേ, ഡൈനോസറിൻ്റെ സൗണ്ടും കൂടെ വെച്ച് ശരിക്കും നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്പോട്ടാണ് ഡൈനോസർ പാർക്ക്. അപ്പോൾ ഡൈനോസർ പാർക്കൊക്കെ കണ്ട് ഏകദേശം ഗാർഡനൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ഷോ കാണാൻ പോവുകയാണ്. നൂങ് നൂച്ച് ഗാർഡനകത്ത് നമുക്ക് 2 ഷോസ് കാണാൻ പറ്റും. അതിൽ ആദ്യത്തേത് തായ്ലൻഡിൻ്റെ ഒരു ട്രഡീഷണൽ ഡാൻസ് ഷോ ആണ്. അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ഷോ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എലിഫന്റ് ഷോ കാണാനാണ് വന്നിരിക്കുന്നത്. 800 തായ് ബാത്താണ് എലിഫന്റ് ഷോയ്ക്ക് ഇവർ ചാർജ് ചെയ്യുന്നത്. കുട്ടികളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ നല്ലപോലെ എൻജോയ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്തായാലും ഷോ കാണാം.